വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമ്മളൊന്ന് ദീപ്സ് കിച്ചണിൽ ഉഴുന്ന് കുതിർക്കാതെ നമുക്ക് ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളത് 2 രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ ഈ ഉഴുന്ന് നന്നായിട്ട് ഒന്ന് കഴുകി, നമ്മൾ കുതിർത്ത് വെക്കല്ലേ, കഴുകിയതിന് ശേഷം അപ്പോൾ തന്നെ ഒരു ക്ലോത്തിലിട്ടിട്ട് നന്നായിട്ട് തുടച്ച് നല്ല ഉണക്കി എടുത്തിട്ടുള്ളതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഉഴുന്നിനെ അങ്ങനെ തന്നെ ഇട്ട് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ ഉഴുന്നിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് തുണിയിൽ വെച്ചൊന്ന് അതിൻ്റെ നനവെല്ലാം കളഞ്ഞൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഉഴുന്നാണ്. അപ്പം നമുക്കിനി ഈ ഉഴുന്നിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ട് നല്ല പൗഡറായിട്ട് പൊടിച്ച് എടുക്കാം. ഓക്കെ, അപ്പം ഞാനിത് നല്ല പൗഡറാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ നല്ല പൗഡറാക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊരു കുപ്പിയിൽ സ്റ്റോർ ചെയ്യാം. അപ്പം നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വട മിക്സാണിത്. ഓക്കെ, അപ്പം നമുക്കിത് ഇപ്പം ഞാനിപ്പോൾ ഈ എടുത്ത ആ 1 കപ്പ് മാവും ആ 1 കപ്പ് ഉഴുന്നും ഞാനിപ്പോൾ വടക്കി എടുക്കുകയാണ്. ഫസ്റ്റ് നമുക്കിതിലോട്ട് സവോള ചേർക്കാം. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. അപ്പം ഞാനൊരു ചെറിയ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം, നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രമേ നിങ്ങളിത് മിക്സ് ചെയ്യാവൂ. ഡയറക്റ്റ് വെള്ളം ഒഴിച്ചാൽ നമ്മൾ വടയുടെ ഒരു എന്താ പറയുക പരുവം അങ്ങ് മാറും. പിന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയില്ല. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഓക്കെ, ഇതാണ് നമ്മളെ മാവിൻ്റെ പരുവം. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കണം മാവ്. അപ്പോൾ വെള്ളമൊന്നും കൂടാണ്ട് നിങ്ങൾ കറക്റ്റ് ആ ഒരു പരുവത്തിന് മാവ് കുഴക്കണം. ഇനി നമുക്ക് ഈ മാവിന് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് വട തയ്യാറാക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ ഇതൊന്ന് പിടിച്ചിട്ടുണ്ട്. നമ്മൾ മാവ് കുറച്ചൊന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരല്പം വെള്ളം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്നും കൂടെ കുഴച്ച് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പരുവത്തിന് നമ്മളെ മാവ് എടുക്കണം. നല്ല കറക്റ്റ് പരുവത്തിന് ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് നമ്മളെ മാവിൻ്റെ പരുവം. അപ്പോൾ നമുക്കിനി കയ്യിൽ കുറച്ച് വെള്ളം തടവാൻ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് കുറച്ച് മാവ്, അപ്പം നിങ്ങൾ ഉഴുന്നുവടക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കണം. നമ്മൾ മാവ് കുതിർത്ത് വെച്ചരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു പിടിച്ചിടാനായിട്ടുള്ള ഒരു പരുവം നമുക്ക് പറ്റിയെന്ന് വരില്ല. ചിലർക്ക് കറക്റ്റ് ഒരു ഷേപ്പൊന്നും കിട്ടില്ല. നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതൊക്കെ കണ്ടല്ലോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ല മീഡിയം ഫ്ലെയിമിലിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് ഈ വട ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ വട മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം അതിൻ്റെ അകമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ വളരെ കുറച്ച് തീ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് നല്ലൊരു കളർ കിട്ടും, പക്ഷേ അകമൊന്നും വെന്ത് കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ വടയെന്നല്ല, നമ്മൾ അരി അരച്ചിട്ട് ഉള്ള വട ആണെങ്കിൽ കൂടെ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പം ഞാൻ കണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളെ വട. അടിഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടല്ലോ, നല്ല കറക്റ്റ് ആ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മളെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ചിലർ വടയിൽ എന്താ പറയുക നമ്മളെ കുരുമുളകൊക്കെ ചേർക്കും. അങ്ങനെയുള്ളവർ അതൊക്കെ ചേർത്ത് ഉണ്ടാക്കിക്കോളൂ. കണ്ടുള്ള നല്ല അടിപൊളി കളറിൽ നമ്മളെ വട കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മളെ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടല്ലോ, ആക്കുമെല്ലാം നല്ല വെന്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട്
വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചട്നിയോ സാമ്പാറോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ദീപ്സ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക റെസിപ്പി കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.